പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന ഡെയിലി അപ്ഡേറ്റ്സിലെ ആദ്യത്തെ അപ്ഡേറ്റ് ഈ ഞായറാഴ്ച നടക്കാൻ പോകുന്ന മണി ഇൻ ദ ബാങ്ക് പ്രീമിയം ലൈവ് ഇവൻറ്റ്സിലെ മത്സരങ്ങളുടെ റിസൾട്ട് നമുക്കിപ്പോൾ ലീക്കായി ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അപ്ഡേറ്റ് ആണ്. രണ്ടാമത്തേത് കോഡി റോഡ്സ് എന്ന നിലവിലെ അൺഡിസ്പ്യൂട്ടഡ് ചാമ്പ്യനും സൂപ്പർ താരമായ റോമൻ റീൻസും റിയൽ ലൈഫിൽ പ്രശ്നങ്ങളുള്ളവരാണോ എന്നുള്ളതിനെ സംബന്ധിച്ച് കോഡി ഒരു അഭിപ്രായം ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസുമാണ്. അപ്പോൾ നമുക്ക് അധികം ദീർഘിപ്പിക്കാതെ നേരെ വീഡിയോയിലോട്ട് തുടക്കാം. ഒന്നാമതായി പങ്കുവെക്കാനുള്ളത് ഈ ഞായറാഴ്ച നടക്കാൻ പോകുന്ന WWE ഏറ്റവും ലേറ്റസ്റ്റ് പ്രീമിയം ലൈവ് ഇവൻ്റായ മണി ഇൻ ദ ബാങ്ക് പ്രീമിയം ലൈവ് ഇവൻറ്റിലെ മത്സരങ്ങളുടെ റിസൾട്ടിനെ സംബന്ധിച്ചാണ്. അപ്പോൾ 3 മത്സരങ്ങളുടെ റിസൾട്ടിൻ്റെ ഒരു അപ്ഡേറ്റ് ആണ് നമുക്കിപ്പോൾ ലീക്കായിട്ട് ലഭിച്ചിട്ടുള്ളത്. ഒരു ബെറ്റിംഗ് സൈറ്റ് WWE റിസൾട്ടുകൾ ഇത്തരത്തിൽ മുൻകൂട്ടി പുറത്തേക്ക് വിടാറുണ്ട്. അവർ ഇങ്ങനെ പുറത്തേക്ക് വിടുന്ന റിസൾട്ടുകളിൽ 80% ശരിയായിട്ടുണ്ട് എന്നുള്ളതുകൊണ്ട് തന്നെ ഇപ്പോൾ മണി ഇൻ ദ ബാങ്ക് ലാഡർ മത്സരങ്ങളെ സംബന്ധിച്ചും അതിൽ നടക്കാൻ പോകുന്ന ചാമ്പ്യൻഷിപ്പ് മത്സരങ്ങളെ സംബന്ധിച്ചും അവർ പുറത്തേക്ക് കൂടിയിട്ടുള്ള റിസൾട്ടിൽ വലിയ വ്യത്യാസം ഉണ്ടാകില്ല എന്ന് തന്നെ കരുതുന്നു. അപ്പോൾ നമ്മൾ ആദ്യം പങ്കുവെക്കുന്ന ഒരു മാച്ച് കാർഡ് എന്ന് പറയുന്നത് ഇന്റർ കോണ്ടിനെന്റൽ ചാമ്പ്യൻഷിപ്പ് മത്സരമാണ്. കഴിഞ്ഞ റോ എപ്പിസോഡിൽ ബ്രോൺ ബ്രേക്കറിന് ഒരു ആധിപത്യം കൊടുത്തതോടുകൂടി ബ്രോൺ ബ്രേക്കർ മണി ഇൻ ദ ബാങ്ക് പ്രീമിയം ലൈവ് ഇവൻറ്റിൽ പുതിയ ഇന്റർ കോണ്ടിനെന്റൽ ചാമ്പ്യൻ ആകാനുള്ള സാധ്യതകൾ വർദ്ധിച്ചു എന്നാണ് ഈ ഒരു വെബ്സൈറ്റ് റിപ്പോർട്ട് ചെയ്യുന്നത്. അതായത് സാമിസിൻ പരാജയപ്പെട്ടേക്കും, ബ്രോൺ ബ്രേക്കർ പുതിയ ചാമ്പ്യൻ ആയേക്കും എന്നുള്ളത്. രണ്ടാമത്തേത് വുമൻസിൻ്റെ ലാഡർ മത്സരത്തെ സംബന്ധിച്ചാണ്. വുമൻസിൻ്റെ ലാഡർ മത്സരം ഒരു അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു മാച്ച് തന്നെയാണ്. അതിൽ 6 റെസ്ലേഴ്സിനും തുല്യ വിജയ സാധ്യത എന്ന് പറയാൻ സാധിക്കില്ലെങ്കിലും ആര് വിജയിക്കും എന്നുള്ളത് നമുക്ക് അങ്ങനെ ഒറ്റയടിക്ക് പറയാൻ സാധിക്കാത്ത ഒരു റെസ്ലേഴ്സിനെയാണ് അവർ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സൈറ്റ് പറയുന്നത് അനുസരിച്ച് അവരുടെ ഒരു അപ്ഡേറ്റ് പ്രകാരം ടിഫനി സ്ട്രാറ്റൻ എന്ന സ്മാക്ക് ഡൗൺ ബ്രാൻഡിൽ നിന്നുള്ള റെസ്ലർ ആയിരിക്കും ഈ ഒരു വർഷത്തെ വുമൻസ് ബ്രീഫ് കേഴ്സ് വിജയിക്കുക എന്നാണ് അവർ അപ്ഡേറ്റ് ചെയ്യുന്നത്. ഇനി നമ്മൾ ആകാംക്ഷയോട് കൂടി കാത്തിരിക്കുന്ന മെൻസ് ലാഡർ മത്സരത്തെ സംബന്ധിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ എല്ലാവർക്കും അവരുടെ ഒരു ആഗ്രഹമായിട്ടുള്ള രീതിയിലുള്ള ഒരു പ്രഡിക്ഷൻ തന്നെയാണ് അവർ പങ്കുവെക്കുന്നത്. അതായത് നിലവിലെ ഒരു ഫേവറേറ്റ് അത് ഡ്രൂ മാക്കൻഡയർ ആണെന്നാണ് ഈ ഒരു വെബ്സൈറ്റ് പറയുന്നത്. ഡ്രൂ മാക്കൻഡയർ ഏറ്റവും അവസാനം കഴിഞ്ഞ റോ എപ്പിസോഡിൻ്റെ മെയിൻ ഇവൻറ്റിലെ ക്വാളിഫയർ മത്സരത്തിൽ വിജയിച്ചിട്ടാണ് ഈ ഒരു ഓപ്പർച്യൂണിറ്റിയിലേക്ക് എത്തുന്നത്. ആ ഡ്രൂ മാക്കൻഡയർ തന്നെ ഈ മണി ഇൻ ദ ബാങ്ക് ബ്രീഫ് കേഴ്സ് വിജയിക്കും എന്നാണ് അവർ പറയുന്നത്. മറ്റ് മത്സരങ്ങളുടെ ഒരു അപ്ഡേറ്റ് അവർ പുറത്തേക്ക് വിട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ അതെല്ലാം അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു മാച്ചാണെന്ന് നമുക്ക് വിശ്വസിക്കാം. എന്തായാലും ഇത്തരത്തിലുള്ള അപ്ഡേറ്റ്സ് ആണ് നമുക്ക് മണി ഇൻ ദ ബാങ്കിൻ്റെ റിസൾട്ട് ലീക്കായതിനെ സംബന്ധിച്ച് പങ്കുവെക്കാനുള്ളത്. നിങ്ങളുടെ പ്രതികരണങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. രണ്ടാമത്തെ അപ്ഡേറ്റ് നിലവിലെ അൺഡിസ്പ്യൂട്ടഡ് WWE ചാമ്പ്യനായ കോഡി റോഡ്സ് ഒരു ഇൻ്റർവ്യൂ കൊടുത്തതിൽ ഇൻ്റർവ്യൂർ കോഡിയോട് ചോദിക്കുന്നുണ്ട് റോമൻ റീൻസുമായി കോഡി റോഡ്സിന് യഥാർത്ഥ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ നേരിട്ടിട്ടുണ്ടോ, അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടോ എന്നുള്ളത്. അപ്പോൾ കോഡി വളരെ കൃത്യവും വ്യക്തവുമായിട്ടുള്ള ഒരു ഉത്തരം ആ ഒരു ചോദ്യത്തിന് കൊടുക്കുകയുണ്ടായി. കോഡി പറയുന്നത് ഇങ്ങനെയാണ്: തനിക്ക് റോമൻ റീൻസിനെ ഇഷ്ടപ്പെടാതിരിക്കാൻ കാരണമില്ല, റോമൻ റീൻസിന് തന്നെ ഇഷ്ടപ്പെടാതിരിക്കാനും കാരണമില്ല. പക്ഷേ WWE ഒരു പോസ്റ്ററിലേക്ക് വരികയാണെങ്കിൽ ഞങ്ങൾ തമ്മിൽ പ്രശ്നമുള്ളതുപോലെ അവർ കാണിക്കും. കൂടാതെ റോമൻ റീൻസിൻ്റെ മനസ്സിൽ തന്നേക്കാൾ മുകളിലേക്ക് വരണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായേക്കാം. എൻ്റെ മനസ്സിൽ റോമനേക്കാൾ മുകളിൽ വരണം എന്നുള്ളത് ഒരു ആഗ്രഹമുള്ള ഒരു കാര്യമാണ്. കൂടാതെ എനിക്ക് WWE ഒരു ബെഞ്ച് മാർക്ക് സൃഷ്ടിക്കണം എന്നുള്ള ഒരു ആഗ്രഹമുള്ള ആളാണ്. അതേ ഒരു ആഗ്രഹം റോമൻ റീൻസിനും ഉണ്ടായേക്കാം. അത് WWE സ്റ്റോറി ലൈനിലേക്ക് വരുമ്പോൾ മാത്രമാണ് അത്തരത്തിൽ സംഭവിക്കാറുള്ളത്. കൂടാതെ കോഡി റോഡ്സ് മെയിനായി പറയുന്ന ഒരു പോയിന്റ്, ഇതുവരെ റോമൻ റീൻസുമായി ബാക്ക് സ്റ്റേജിൽ ഇങ്ങനെ ഒരുമിച്ചിരുന്ന്, അതായത് ഇവർ 2 പേർക്കും ഇടയിലുള്ള കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മുഹൂർത്തം ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു മുഹൂർത്തത്തിനും അത്തരത്തിൽ ഇരുന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ടും താൻ ആഗ്രഹം പ്രകടിപ്പിക്കുന്നുണ്ട് എന്നുള്ളതും കോഡി പറയുന്നുണ്ട്. അപ്പോൾ നിലവിലെ ജനറേഷനിലെ 2 ടോപ്പ് സ്റ്റാർസാണ് റോമൻ റീൻസും കോഡി റോഡ്സും. ഒരേ സമയത്ത് കമ്പനിയുടെ മുഖമായി നിൽക്കുന്ന ഈ 2 പേരും തമ്മിലുള്ള ഈ ഒരു റൈവലറി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുള്ളതാണ്. ഇപ്പോൾ റോമൻ റീൻസ് ആണെങ്കിൽ റിട്ടേണിൻ്റെ വക്കീലാണ് ഉള്ളത്. കോഡിയാണെങ്കിൽ റോമൻ റീൻസിൻ്റെ ബ്ലഡ് ആൻഡ് ഫാക്ഷനെതിരെയാണ് നിലവിൽ സ്റ്റോറി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവർക്ക് തമ്മിലുള്ള സാമ്യതകൾ ഒരുപോലെ വലിയ രീതിയിൽ ഉണ്ട്. കാരണം റോമൻ ഒരു റെസ്ലിംഗ് ഫാമിലിയിൽ നിന്നാണ് വരുന്നത്, കോഡിയും ഒരു റെസ്ലിംഗ് ഫാമിലിയിൽ നിന്നാണ് വരുന്നത്. ഇരുവർക്കും പറയാൻ വലിയൊരു ഹിസ്റ്ററി അവരുടെ ബാക്കിലുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ വരുന്ന 2 റെസ്ലേഴ്സിന് തമ്മിൽ ഈഗോസ് വരാൻ സാധ്യത കൂടുതലാണെങ്കിലും അവർക്കിടയിൽ ഈഗോസ് ഇല്ല എന്നുള്ളതാണ് കോഡി ഇപ്പോൾ ഇൻ്റർവ്യൂവിൽ വ്യക്തമാക്കുന്നത്. അപ്പോൾ റോമൻ റീൻസിൻ്റെ അതുപോലെ തന്നെ കോഡി റോഡ്സിൻ്റെ ആരാധകനാണോ നിങ്ങൾ? അത് കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക. റോമൻ റീൻസിൻ്റെ തിരിച്ചുവരവിനെ സംബന്ധിച്ചും കോഡിക്കെതിരെ ഇനിയൊരു സ്റ്റോറി വരികയാണെങ്കിൽ ഇവർക്ക് തമ്മിൽ ഇപ്പോൾ 1-1 എന്നുള്ള ഒരു നിലയിലാണ് ഇവരുടെ വിജയങ്ങൾ നിൽക്കുന്നത്. അതിൽ 2-1 എന്നുള്ള നിലയിലേക്ക് ആര് ഉയരും എന്നുള്ളത് നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.